നവകേരള സദസ്സിലെ പരാതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടൽ. പ്രകൃതിക്ഷോഭത്തിൽ വീട് നഷ്ടമായ അമ്മയ്ക്കും മകൾക്കും അതിവേഗത്തിൽ ആശ്വാസം. അടൂർ സ്വദേശിയായ ശ്യാമളയ്ക്ക് ഭവന നിർമ്മാണത്തിനായി 4 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവായി. 2023 മാർച്ച് 6 പെയ്ത കനത്ത മഴയിൽ ശ്യാമളയുടെ വീട് പൂർണ്ണമായി തകർന്നു. അന്ന് തലനാരിഴയ്ക്കാണ് ശ്യാമളയും മകളും രക്ഷപ്പെട്ടത്. നവകേരള സദസ്സിൽ പരാതിയുമായി പോകരുതെന്ന് പലരും ഈ വീട്ടമ്മയോട് പറഞ്ഞിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയിലും സർക്കാരിലും വിശ്വാസമർപ്പിച്ച ശ്യാമള പരാതി നൽകി. പോയതുകൊണ്ട് എനിക്ക് ഒരു കടക്കടവായില്ലയോ, അതുകൊണ്ട് എനിക്ക് നല്ല ഒരു ജീവിതത്തിനുള്ള വഴി തന്നു. 100,000 നന്ദി പറയുക മുഖ്യമന്ത്രിയോടും വീണ ജോർജിനോടായാലും നമ്മുടെ വാർഡ് മെമ്പറിനോടായാലും ബാക്കി എല്ലാവരും തന്നെ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,70,000 രൂപയും ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 1,30,000 രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത്. നാടാകെ ശ്യാമളയോടൊപ്പം ഉണ്ടാക്കുമെന്ന പഞ്ചായത്ത് അംഗം ശങ്കർ മാരൂർ. ഇവിടെ വാർഡിൽ നമ്മൾ വീട്ടുമുറ്റ സദസ്സ് ഉൾപ്പെടെ കൂടിയിരുന്നു ഈ നവകേരള സദസ്സിന് മുമ്പ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു പൊതുപ്രവർത്തകരെയും പൊതുവായിട്ടുള്ള എല്ലാ ആളുകളെയും സംഘടിപ്പിച്ച് ഒരു സംഘാടക സമിതി രൂപീകരിക്കുകയും അപ്പോൾ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം മുതൽ അവസാന ഘട്ടം വരെ ആ സംഘാടക സമിതിയുടെ ചുമതലയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനുമാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയൊരു വീട് സാധ്യമാകുമോ എന്ന ശ്യാമളയുടെയും മകളുടെയും ആശങ്കയാണ് നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷയിലൂടെ അതിവേഗത്തിൽ പരിഹാരമായത്. ജനങ്ങൾക്കൊപ്പം സംസ്ഥാന സർക്കാർ ഉണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ അഖിലേഷ് കുണമോടൊപ്പം സുജിത് ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.